സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടുകളിൽ കൂടുതൽ പരിശോധന. ജയസൂര്യ അടുത്ത ആഴ്ച ഇഡി വീണ്ടും ചോദ്യം ചെയ്യും. അതിനു മുൻപ് ബാങ്ക് രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. തട്ടിപ്പിലെ പ്രധാന പ്രതി സ്വാദിഖ് റഹീമിന്റെ കമ്പനികളിൽ നിന്ന് 1 കോടി രൂപ ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലെത്തിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. എന്നാൽ ബ്രാൻഡ് അംബാസഡർക്കുള്ള പ്രതിഫലമെന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പ്രധാനമായും ഇഡി കേന്ദ്രീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള സിനിമാ താരങ്ങൾ അടക്കമുള്ളവരുടെ ഒരു സാമ്പത്തിക ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എന്നാണ്. ഇതിലാണ് ജയസൂര്യയുടെ ബ്രാൻഡ് അംബാസഡർ പദവിയും അതുവഴി കൈകാര്യം ചെയ്തിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ അന്വേഷണം നടത്താൻ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ജയസൂര്യയുടെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 7-നകം ഇത് സമർപ്പിക്കണമെന്നതാണ് ഇഡി പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം വീണ്ടും ഹാജരാകണം എന്ന നിർദ്ദേശവും ഇഡി നൽകിയിട്ടുണ്ട്. അതായത് രേഖകൾ പരിശോധിച്ച ശേഷം ജയസൂര്യയെ വീണ്ടും വിളിച്ച് വരുത്തുമെന്ന് തന്നെയാണ്. ജയസൂര്യയ്ക്കൊപ്പം തന്നെ ജയസൂര്യയുടെ ഭാര്യ സരിത ജയസൂര്യയും അന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇവരുടെ മൊഴിയും അന്ന് രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരുടെയും അക്കൗണ്ടുകളിലേക്ക് ഏതാണ്ട് 1 കോടിയോളം രൂപ എത്തിയിട്ടുണ്ട് എന്ന് ഇഡി സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഈ തുക വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഈ തട്ടിപ്പ് നടത്തി സ്വരൂപിച്ച പണം ഇതിൻ്റെ ഉടമസ്ഥർ നേരത്തെ തന്നെ പിടിയിലായി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളവർ ഇയാൾ വഴി ഇതിലേക്ക് സ്വാദിഖ് റഹീം വഴി അയാളുടെ അക്കൗണ്ടിൽ നിന്നാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പണവും തട്ടിപ്പിൽപ്പെട്ടതാണെങ്കിൽ ഇതിൽ കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകേണ്ടി വരും. കാരണം ഈ പണവും തട്ടിപ്പിൻ്റെ പരിധിയിലേക്ക് വരുന്നതാണ്. അത് അങ്ങനെ തന്നെയാണെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന നടപടികളിലേക്ക് അടക്കം ഇഡി നീങ്ങുകയും ചെയ്യും. കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇഡി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലരുടെയും അക്കൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമാ താരങ്ങൾ അടക്കമുള്ളവരുമായിട്ട് ഈ സ്വാദിഖ് റഹീം വളരെയധികം അടുപ്പം പുലർത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ പല പരസ്യ ചിത്രങ്ങളോ അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷൻ പരിപാടികളിലോ പങ്കെടുത്തിട്ടുണ്ട്. ഇവർക്കെല്ലാം സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയിരുന്നു എന്നതും ഇഡി പരിശോധിച്ച് വരികയാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്ര അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുകയാണ്. ജയസൂര്യയെ 2 വട്ടമാണ് ഈ കേസിൽ ചോദ്യം ചെയ്തത്. ഇനി 1 വട്ടം കൂടി അല്ലെങ്കിൽ ഇനിയും ആവശ്യപ്പെടുമ്പോഴെല്ലാം വരേണ്ടി വരും വിശദീകരണങ്ങൾ എന്ന രീതിയിലാണ് ഇഡിയുടെ ഒരു നിലപാട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. വൻ തുക നിക്ഷേപമായി സ്വീകരിക്കപ്പെട്ടതായി തെളിഞ്ഞിട്ടുണ്ട്. പലരും തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹവാല പണം കൂടി ഇതിൽ വന്നിട്ടുണ്ടോ എന്ന സംശയവും ഇഡിക്കുള്ളത്. ഏതായാലും ആ പണത്തിലൊരു ഭാഗമാണ് പ്രതിഫലമായി തനിക്ക് നൽകിയിട്ടുള്ളത്. ഇത് തട്ടിപ്പ് നടത്തി സ്വരൂപിച്ച പണമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നതാണ് ജയസൂര്യ നൽകിയിരിക്കുന്ന മൊഴി. അത് എന്ത് വിശദീകരണമായാലും ആ രീതിയിലുള്ള പണമാണ് നൽകിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ഇഡി മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനയാണ് സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ഇപ്പോൾ നിലവിലുള്ളത്. തുടർ നടപടികളുമായി ഇഡി മുന്നോട്ട് പോവുകയാണ്.